സമീപകാലത്ത് ഏറെ ശ്രദ്ധ നേടിയ കവിതയാണ് ശ്രീ ജിബിൽ പെരേര എഴുതിയ അച്ഛൻ കുടി നിർത്തിയപ്പോൾ എന്ന കവിത. സോഷ്യൽ മീഡിയയിൽ ആയിരക്കണക്കിന് ഷെയറുകളും ലക്ഷക്കണക്കിന് വ്യൂസും നേടിയ ഈ കവിത കാലിക പ്രസക്തിയുള്ള പ്രമേയത്താലും വേറിട്ട രചനാ ശൈലിയാലും ഏറെ പ്രശംസ നേടി. ലഹരിയിൽ തകർന്നടിയുന്ന ഒട്ടേറെ ജീവിതങ്ങൾ നമുക്ക് ചുറ്റും കാണാനാവും. ലഹരി ഉപയോഗവും തുടർന്നുണ്ടാകുന്ന ക്രിമിനൽ കുറ്റകൃത്യങ്ങളും ദിനം പ്രതി പ്രാധാന്യത്തോടെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു. കുടുംബങ്ങൾ ഛിന്ന ഭിന്നമാകുന്നു. അത്തരം സാഹചര്യങ്ങളിൽ വളരുന്ന കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥ ഊഹിക്കാൻ പോലും കഴിയില്ല. മദ്യമോ മയക്കുമരുന്നോ തുടങ്ങിയ ലഹരി ഏതുമാകട്ടെ, അവ മാനവകുലത്തിന്റെ അടിവേര് നശിപ്പിക്കുവാൻ പോന്ന വിപത്താണെന്ന് ഓർമ്മിക്കാം. ആ വിപത്തിനെ തിരിച്ചറിയലിലൂടെ സ്വന്തം ജീവിതത്തിൽ നിന്ന് പറിച്ചു മാറ്റിയ ഒരു ഗൃഹനാഥന്റെ വീട്ടിലെ സന്തോഷ കാഴ്ചയിലേക്കാണ് ശ്രീ ജിബിൽ പെരേര ഈ കവിതയിലൂടെ വാക്കുകളാൽ വരച്ചിടുന്നത്. മനോഹരമായ ആ അനുഭവത്തിലേക്ക് നമുക്ക് മുന്നു പോയി വരാം. അച്ഛൻ കുടി നിർത്തിയപ്പോൾ. അച്ഛൻ കുടി നിർത്തിയത് ആദ്യം അറിഞ്ഞത് അടുക്കളയിലെ പാത്രങ്ങളാണ്. ഈയിടെ അവ തറയിലടിച്ച് കലപില കൂടാറില്ല. മൺചട്ടികൾ ചുവരിൽ തലയടിച്ച് ചിതറി മരിക്കാറില്ല. കുടിനിർത്തി 6 മാസത്തിനുള്ളിൽ അമ്മയുടെ കറുത്ത താലിച്ചരട് തിളങ്ങുന്ന മഞ്ഞയായി മാറി. അമ്മ ചിരിക്കില്ലെന്ന് ആരാണ് നുണ പറഞ്ഞത്? കോളേജ് കാലത്തെ അമ്മയുടെ ഗ്രൂപ്പ് ഫോട്ടോയിലെ മനോഹരമായ ചിരി ഞാനിപ്പോ സ്ഥിരമായി കാണാറുണ്ടല്ലോ. എല്ലാ മഴക്കാലത്തും നനഞ്ഞൊലിച്ചിരുന്ന മേൽക്കൂര ഇപ്പോൾ ചോർന്നൊലിക്കാറില്ല. പലചരക്ക് കടക്കാരൻ ശശിചേട്ടൻ കറുത്ത മുഖവുമായി അച്ഛനെ തിരക്കി വരാറില്ല. പാൽക്കാരന്റെ മുഖത്തുമുണ്ട് ഒരു വെളുത്ത പാൽപുഞ്ചിരി. സന്ധ്യകളിൽ കറുത്തിരുണ്ട എന്റെ വീട്ടിൽ ആരോ വെള്ളച്ചായം പൂശിയിരിക്കുന്നു. ദുരന്തകാവ്യങ്ങൾ മുഴങ്ങിയിരുന്ന അടുക്കളയിൽ നിന്ന് അമ്മ 80കളിലെ പ്രണയഗാനങ്ങൾ മൂളുന്നുണ്ട്. മീശ കറുപ്പിച്ചും മുടി ഡൈ ചെയ്തും 10 വയസ്സ് കുറച്ച അച്ഛനെ വട്ടമിട്ട് കളിയാക്കലാണ് എന്റെയും പെങ്ങളുടെയും ഇപ്പോഴത്തെ ഇഷ്ടവിനോദം. മേക്കപ്പ് വെറുപ്പായിരുന്ന അമ്മ ഈയിടെ ഒളിച്ചിരുന്ന് മുഖത്ത് രക്തചന്ദനം തേക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. ഗൃഹനാഥൻ കുടി നിർത്തിയാൽ വീടാകെ ചിരിക്കുമെന്ന് ആരോ പറഞ്ഞത് സത്യമാണല്ലേ? ദാ ഇപ്പോ വാടിയ വാഴത്തോപ്പ് പോലും പച്ചില കാട്ടി ചിരിക്കുകയാണ്.